അസാധു നോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. വിഷയത്തിൽ ഹൈക്കോടതികളിൽ നിലനിൽക്കുന്ന എല്ലാ കേസുകളും കോടതി സ്റ്റേ ചെയ്തു. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, വിശദാംശങ്ങൾ. സൗമ്യ, ഈ നിലവിൽ പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇപ്പോഴൊരു അടിയന്തര ഉത്തരവ് ഇറക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. പകരം ഈ സഹകരണ ബാങ്കുകൾക്ക് കൃത്യമായ തോതിൽ പുതിയ നോട്ടുകൾ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ എത്തിച്ചിരിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് പി എസ് താക്കൂറിന്റെ ബെഞ്ച് അടിയന്തരമായാണ് ഈ ഹർജികൾ പരിഗണിച്ചത്. ഇത് പരിഗണിച്ച് വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനം സർക്കാർ കൈക്കൊണ്ടതിൽ തന്നെ ഭരണഘടനാപരമായ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് പരിശോധിക്കേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം 5 അംഗ വിപുലമായ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ ഹൈക്കോടതികളിൽ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഹർജികൾ എല്ലാം സ്റ്റേ ചെയ്ത് പകരം സുപ്രീം കോടതിയിലേക്ക് മാറ്റി പിന്നീട് ഇത് ഭരണഘടനാ ബെഞ്ചിൽ വിഷയം പരിശോധിക്കുമെന്ന് കൂടിയാണ് ചീഫ് ജസ്റ്റിസ് പി എസ് താക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഈ പഴയ നോട്ടുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇളവുകൾ ഈ 15-ന് തീർന്നിരുന്നു. ഇനിയും ഇത് സംബന്ധിച്ച് തീയതി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടും ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കോടതി തീരുമാനം എടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പകരം ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് തന്നെ തീരുമാനം കൈക്കൊള്ളാം എന്നുകൂടിയാണ് ചീഫ് ജസ്റ്റിസ് പി എസ് താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം സഹകരണ ബാങ്കുകളിൽ പുതിയ നോട്ടുകൾ എത്തുന്ന മുറയ്ക്ക് കൂടുതൽ പുതിയ നോട്ടുകൾ സഹകരണ ബാങ്കുകളിലും എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ അറിയിച്ചിരുന്നത്. ഈ പൊതുമേഖലാ ബാങ്കുകളിലും മറ്റും നൽകുന്നതിന് ആനുപാതികമായ രീതിയിലുള്ള കൃത്യമായ ശതമാനത്തിൽ പുതിയ നോട്ടുകൾ സഹകരണ ബാങ്കുകളിലും കേന്ദ്ര സർക്കാർ നൽകണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ നോട്ട് പിൻവലിക്കൽ വിഷയം തന്നെ വലിയ ഗൗരവമുള്ളതാണെന്നും ഇത് ഗൗരവമായി തന്നെ സർക്കാർ കൈക്കൊള്ളണം എന്നൊരു താക്കീതും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ ഇനി ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് വിപുലമായ ബെഞ്ചിൽ എത്തുമെങ്കിലും ജനങ്ങളുടെ ഇപ്പോഴത്തെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് അടിയന്തരമായി പരിഗണിച്ചപ്പോഴും ഉണ്ടായില്ല എന്നതും നിരാശാജനകമായി. സൗമ്യ, മനു, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട സമയപരിധി അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേസുകളൊക്കെ തന്നെയും വളരെ പെട്ടെന്ന് തീർപ്പാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ചില കാര്യങ്ങളിലെങ്കിലും പെട്ടെന്നെങ്കിലും തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേസ് തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇന്നലെ ഈ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത് ജനുവരിയിൽ ഇനി ഹർജി പരിഗണിക്കുമെന്നും അന്ന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുമെന്നുമായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ഈ സഹകരണ ബാങ്കുകൾക്കും മറ്റും വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് കോടതി അടിയന്തരമായി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടത്. അടുത്ത 2 ആഴ്ചത്തേക്ക് കൂടി സുപ്രീം കോടതി അവധിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ പ്രതിസന്ധി തുടരുകയാണ്. ഇപ്പോഴും ഈ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നതിന് പിന്നാലെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ല എന്നാണ് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത്. ഇത് പരിഗണിച്ചാണ് 3 അംഗ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ 3 അംഗ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് വ്യക്തമാക്കിയതും 2 മണിക്ക് ഉത്തരവ് അറിയിക്കുകയും ചെയ്തത്. ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ, മൗലികാവകാശങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതിനാൽ ഈ കേസ് നിലവിൽ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു എന്നാണ് ഈ ഉത്തരവിലൂടെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിലും ഇതാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ സ്വന്തമായി ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണം പോലും പിൻവലിക്കാൻ ആളുകൾക്ക് അവസരം ലഭിക്കുന്നില്ല. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് ഇതിൽ ഉത്തരവ് അടിയന്തരമായി കോടതി പുറപ്പെടുവിക്കരുതെന്നും തങ്ങളുടെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമേ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകൾ തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോഴൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഈ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ ഈ നിലവിൽ ജനങ്ങൾക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന ആവശ്യമാണ്. അതിനാൽ തന്നെ ഇത് വിപുലമായ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് സുപ്രീം കോടതി പറയുകയായിരുന്നു. ഈ സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇപ്പോൾ അടിയന്തരമായ ഒരു ഉത്തരവുകൾ മറ്റും പുറപ്പെടുവിക്കുന്നില്ല. പകരം ഈ സഹകരണ ബാങ്കുകൾക്കും മറ്റു ബാങ്കുകളുടെ അതേ പരിഗണന നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നൊരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. സൗമ്യ, ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ
വിവരങ്ങൾ ലഭ്യമാണോ? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്നലെ ഇപ്പോൾ സഹകരണ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് ഓരോ ദിവസം കഴിയും തോറും. പ്രത്യേകിച്ച് നോട്ട് പ്രതിസന്ധി ഇനിയിപ്പോൾ അത് അവസാനിക്കാനുള്ള ഒരു സമയം കേന്ദ്ര സർക്കാർ പറഞ്ഞത് കടന്നു പോകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് വ്യക്തമായിട്ടുണ്ടോ? രണ്ടാവശ്യങ്ങളാണ് ഈ സഹകരണ ബാങ്കുകൾ പ്രധാനമായും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, ഈ നോട്ട് വിനിമയത്തിനുള്ള അവസരം നൽകണം മറ്റു ബാങ്കുകളുടേതുപോലെ. അതോടൊപ്പം നിക്ഷേപമായി നവംബർ 10 മുതൽ 14 വരെ നിക്ഷേപവുമായി സ്വീകരിച്ചിട്ടുള്ള അസാധുവായ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ അവസരം നൽകണമെന്ന രണ്ടാവശ്യമാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഇതിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ചത് നിക്ഷേപമായി സ്വീകരിച്ചിട്ടുള്ള പഴയ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് കേന്ദ്രത്തിനും എതിർപ്പില്ല എന്നാണ് അറിയിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു സുപ്രീം കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് സഹകരണ ബാങ്കുകൾക്ക് നിക്ഷേപമായി സ്വീകരിച്ച നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 15 ദിവസം കൂടി നിങ്ങൾ കാത്തിരിക്കൂ, ഇതിന് ശേഷം ഈ വിനിമയത്തിന് ഉള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയോട് ആവർത്തിച്ച് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായതും ഈ നിക്ഷേപമായി പഴയ നോട്ടുകൾ റിസർവ് ബാങ്കിൽ എത്തിച്ചാൽ പുതിയ നോട്ടുകൾ ഇതിന് പകരമായി സഹകരണ ബാങ്കുകൾ എപ്പോൾ എത്തിക്കാനാകുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ പുതിയ നോട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഇത് എത്തിക്കാം എന്ന് മാത്രമാണ് കേന്ദ്രം മറുപടി നൽകിയത്. അപ്പോഴായിരുന്നു കോടതിയുടെ താക്കീത് പോലൊരു ഉത്തരവുണ്ടായത്. പൊതുമേഖലാ ബാങ്കുകൾക്കും മറ്റു ബാങ്കുകൾക്കും നൽകുന്ന രീതിയിൽ സമാനമായ ശതമാനത്തിലുള്ള പുതിയ നോട്ടുകൾ സഹകരണ ബാങ്കുകളിലും ഉറപ്പുവരുത്തിയിരിക്കണം എന്നാണ് കേന്ദ്രത്തിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം ശ്രദ്ധേയമായ കാര്യം, ഈ ഹൈക്കോടതികളിലുള്ള കേസുകളെല്ലാം സ്റ്റേ ചെയ്ത് പകരം ഇതും ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിഷയത്തിലെ ഒരു ഭരണഘടനാ സാധുത പരിശോധിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായി. സൗമ്യ. മനു, പ്രധാനമായും ഏതൊക്കെ കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? നിലവിലിപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ ഉണ്ടായിരുന്നത് 3 കേസുകളാണ്. ഒന്ന്, ഈ നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജിയും, രണ്ടാമത്തെ ഹർജി കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകൾ സംയുക്തമായും അതോടൊപ്പം രാജ്യത്തെ വിവിധ സഹകരണ ബാങ്കുകളും സംയുക്തമായി നൽകിയിട്ടുള്ള ഹർജിയും, ഇതോടൊപ്പം വിവിധ ഹൈക്കോടതികളിൽ നിലവിലുള്ള കേസുകൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലഭിച്ചിരുന്ന ഹർജിയും. ഈ 3 ഹർജികളുമാണ് അടിയന്തരമായി ഒന്നിച്ച് സുപ്രീം കോടതി പരിഗണിച്ചത്. ഇത് പരിഗണിച്ച് ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നത് ജനുവരിയിൽ ഈ ഹർജിയിന്മേൽ പിന്നീട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം എന്നാണ് അറിയിച്ചിരുന്നത്. 2 ആഴ്ചത്തേക്ക് കൂടി ക്രിസ്മസ് പുതുവർഷവും ഒക്കെയായി ബന്ധപ്പെട്ട് അവധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ആണ് കോടതി അടയ്ക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് വീണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നീട്ടുന്നതിന് കാരണമാകുമെന്നാണ് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ അറിയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തരമായി ഹർജി കോടതി പരിഗണിച്ചത്. പക്ഷേ ഈ ഹർജി പരിഗണിച്ച് നൽകിയ ഉത്തരവിൽ ഇത് മാത്രമാണ് പുതിയതായി ഉള്ളത്. ഭരണഘടനാ ബെഞ്ചിന് ഹർജി ഈ കേസുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പരിശോധിക്കാൻ വിടുന്നു. 3 അംഗ ബെഞ്ചിന് പകരം 5 അംഗ വിപുലമായ ബെഞ്ച് ഈ ഉത്തരവിന്മേൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലെ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തട്ടെ എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. പകരം സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇപ്പോഴൊരു അടിയന്തര ഉത്തരവും മറ്റും നൽകുന്നില്ല. ഇതിനും ഇനി അടുത്ത ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സഹകരണ ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുലർത്തുന്ന വിവേചനം അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഇന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിലും ഉണ്ടാവുകയുണ്ടായി. സൗമ്യ. ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നേരത്തെ കോടതി തന്നെ സൂചിപ്പിച്ച ചില സുപ്രധാനമായ വിഷയവുമുണ്ട്. പ്രത്യേകിച്ച് മറ്റ് വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിരോധന പ്രഖ്യാപനം അടക്കം വരുമ്പോഴുള്ള അതിന്റെ ഭരണഘടനാപരമായ വിഷയങ്ങൾ കൂടി, അതിന്റെ ഒരു സാധ്യതയൊക്കെ അതെങ്ങനെയാകും ഈ ഒരു വിഷയത്തെ ഇനി കേന്ദ്രം നേരിടാൻ പോകുന്നത്? മൗലിക അവകാശങ്ങളിൽ തന്നെ ഉറപ്പ് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ലംഘനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഹർജിയിൽ സുപ്രീം കോടതി മുമ്പാകെ എത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനം ഒരു രാത്രി സർക്കാർ പ്രഖ്യാപിക്കുന്നു. ജനങ്ങൾ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോലും പണം പിൻവലിക്കാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇത് രാജ്യത്തെ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. ഇത് കോടതി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നേരത്തെ കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ
എത്തുകയും ചെയ്തത്. കേന്ദ്ര സർക്കാർ ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനം നടപ്പാക്കി 2 ദിവസത്തിന് ശേഷമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ എത്തുകയും ചെയ്തത്. അന്ന് ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ കേന്ദ്രം അറിയിച്ചത് ഉടനടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കരുത്, തങ്ങളുടെ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ഇപ്പോൾ ചോദ്യം ചെയ്യരുത്, കുറച്ച് സമയം തരൂ, തങ്ങളുടെ അഭിപ്രായം മുഴുവനായി കേട്ട ശേഷം ഇക്കാര്യത്തിൽ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കൂ എന്നായിരുന്നു അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കി കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതി മുമ്പാകെ അറിയിച്ചിരുന്നത്. പക്ഷേ കേന്ദ്രം ആവർത്തിച്ച് കോടതി മുമ്പാകെ അറിയിച്ച ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്: കള്ളപ്പണം വർദ്ധിക്കുന്നു, കള്ളപ്പണം തടയുന്നതിനായാണ് ഇത്തരം ഒരു നടപടി എന്ന് മാത്രമാണ് കോടതി മുമ്പാകെ ആവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായത് എന്നതാണ് ശ്രദ്ധേയം. ഇത് വിലക്കെടുത്താണ് ഇപ്പോൾ സർക്കാരിന്റെ മറുപടി പൂർണ്ണമായും തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഷയത്തിൽ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ ഈ മൗലിക അവകാശങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിന്മേൽ ഇത്തരം ഒരു പരിശോധന നടക്കുന്നതും ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകും. എന്തായാലും വിഷയത്തിൽ ഭരണഘടനാ സാധ്യതകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും നിലവിലെ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇപ്പോൾ കോടതി നിർദ്ദേശിക്കാൻ തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമായി. ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആശുപത്രികളിലും റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലും അടക്കം ഇളവുകൾ നൽകിയിരുന്നത് ഈ 15 കൂടി അവസാനിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു ഇളവുകൾ ഇനിയും നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടും ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിന്മേൽ കോടതി പക്ഷേ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം ഗൗരവകരമായി കാണണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി കേന്ദ്രം മുമ്പാകെ നൽകിയിട്ടുള്ളത്. പകരം ഒരു ഉത്തരവ് ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും പുതിയ നോട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സഹകരണ ബാങ്കുകളിലും അതിന്റെ നിശ്ചിത ശതമാനം എത്തിക്കാൻ കേന്ദ്രം സന്നദ്ധമാകണം എന്നൊരു തീരുമാനം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കുകളോട് ഇപ്പോൾ പുലർത്തുന്ന ഈ വിവേചനം അവസാനിപ്പിക്കണം എന്നുകൂടി ഇപ്പോൾ അന്തിമമായി പുറപ്പെടുവിച്ച ഈ ഉത്തരവിലും പ്രതിപാദിക്കുന്നുണ്ട്. സൗമ്യ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ സുപ്രീം കോടതി തീരുമാനിച്ചു.